അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും മുസ്ലിങ്ങൾക്കൊരു രാഷ്ട്രം വേണമെന്ന ആവശ്യവും ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും ഐക്യത്തോടെ മുന്നേറരുതെന്ന ബ്രിട്ടീഷുകാരുടെ ദുർചിന്തയും മൂലം പാകിസ്ഥാനും ബംഗ്ലാദേശും അടക്കം രൂപപ്പെടുമ്പോഴും ഇന്ത്യയെ ഒരു ഹിന്ദുത്വ മതരാഷ്ട്രമാക്കി ഭരണഘടനയിൽ എഴുതാമായിരുന്നിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ BR അംബേദ്കറും അടങ്ങുന്ന സഭ അന്ന് ഭരണഘടനയിൽ എഴുതി വച്ചത് ഇന്ത്യ ഒരു ഹിന്ദുത്വ മതരാഷ്ട്രമെന്നല്ല, മറിച്ച് ഇന്ത്യ ഒരു മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമെന്നാണ്. എന്താണ് ജനാധിപത്യമെന്നാൽ? ജനാധിപത്യമെന്നാൽ ഭരണരീതിയില്ലാതെയുള്ള ജനങ്ങളുടെ ശബ്ദമാണ്. ആ ജനശബ്ദത്തെ ലോകത്തെ എല്ലായിടങ്ങളിലേക്ക് എത്തിക്കുകയും അവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളുമെല്ലാം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതാണ് മാധ്യമമെന്നത്. യഥാർത്ഥത്തിൽ മാധ്യമം ഒരു വാർത്താ സംവിധാനം മാത്രമല്ല, മറിച്ച് ഒരു ധർമ്മം കൂടിയാണ്. സത്യസന്ധതയുടെ, നിഷ്പക്ഷതയുടെ, ജനഹിതങ്ങളുടെ ധർമ്മം. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ ആ ധർമ്മം പാലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അധികാരത്തിൻ്റെ താളത്തിൽ നൃത്തം ചെയ്യുന്ന കളിപ്പാവയാണോ? ഒരിക്കൽ ഇന്ത്യൻ മാധ്യമം സത്യത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് പത്രപ്രവർത്തനം ഒരു ദൗത്യമായിരുന്നു. ഗാന്ധിജി യങ് ഇന്ത്യ, ഹരിജൻ പോലുള്ള പത്രങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അന്നത്തെ പത്രങ്ങൾ എത്ര വിലക്കപ്പെട്ടാലും അവർ സത്യം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് സത്യമെന്തെന്ന് ചോദിക്കാൻ ധൈര്യം കുറയുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. മാധ്യമം പലപ്പോഴും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ആയുധമാകുന്നു. ചില മാധ്യമങ്ങൾക്ക് വാർത്തയേക്കാൾ പ്രധാനം TRP ആണ്. വ്യാജ വാർത്തകൾ, മിഥ്യപ്രചാരണങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ എന്നിവ അടങ്ങി ഇന്നത്തെ ജനങ്ങളുടെ മനസ്സ് വിഭജിച്ചിരിക്കുന്നു. മാധ്യമത്തിൻ്റെ പ്രധാന ധർമ്മം സത്യസന്ധത ആയിരിക്കെ ഇന്ന് പലപ്പോഴും അത് വിഭജനത്തിൻ്റെ വാണിജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചില മാധ്യമങ്ങൾക്ക് അധികാരത്തെ ചോദ്യം ചെയ്യേണ്ടിടത്ത് ആ മാധ്യമങ്ങൾ ചെയ്യുന്നത് അധികാരത്തെ പുകഴ്ത്തലാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളായ തൊഴിൽ നഷ്ടം, കർഷകരുടെ ദുർഘടം, വിദ്യാഭ്യാസത്തിലെ അസമത്വം എന്നിവയേക്കാൾ പ്രധാനമായി സിനിമ ഗോസിപ്പ്, രാഷ്ട്രീയ നാടകം, മതപോരാട്ടങ്ങൾ എന്നിവയിലേക്കാണ് ഇന്നത്തെ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഒരു പ്രതിഷേധം നടന്നാൽ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ ആ പ്രക്ഷോഭത്തിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കാതെ ആരാണിതിന് പിന്നിൽ, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പ്രയോജനം, ആരെ കുറ്റപ്പെടുത്താമെന്നതിലേക്ക് ഇന്നത്തെ മാധ്യമങ്ങൾ ചാഞ്ഞു പോകുന്നു. ഇത് മാധ്യമധർമ്മത്തിൻ്റെ ലംഘനമാണ്. സത്യത്തിൽ മാധ്യമം എപ്പോഴും ഒരു ദീപസ്തംഭമായിരിക്കണം. അന്ധകാരത്തിൽ വെളിച്ചം കൊടുക്കുന്ന, സമൂഹത്തിലെ അനീതിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദീപസ്തംഭം. അതൊരിക്കലും വിറ്റുപോകരുത്, അതൊരിക്കലും ഭയപ്പെടരുത്. മാധ്യമം ഒരു കണ്ണാടി തന്നെയാണ്. പക്ഷേ അത് വളച്ചു കെട്ടിയാൽ ആ ജനതയുടെ രൂപം തന്നെ തെറ്റിപ്പോകും. നമ്മുടെ ഉത്തരവാദിത്വം മാധ്യമത്തെ കുറ്റപ്പെടുത്തുക എന്നത് മാത്രമല്ല, മറിച്ച് സത്യവും നീതിയും ആവശ്യപ്പെടുന്ന ഒരു പൗരനായി ജീവിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചില നല്ല മാധ്യമ പ്രവർത്തകരുണ്ട്. അവരെപ്പോഴും സത്യം പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവരെത്ര ഭീഷണി നേരിട്ടിട്ടും
ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ കെടാതെ സൂക്ഷിക്കുന്നു. അവരാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. അങ്ങനെയുള്ള കൂടുതൽ മാധ്യമപ്രവർത്തകർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അല്ലാഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആവസിയത്തോടുകൂടി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.